ഈ ബി.ജെ.പി കരുതുന്ന പോലെ പണം കൊടുത്ത് വോട്ട് വാങ്ങി അല്ലെങ്കിൽ വോട്ട് കൊടുക്കുമെന്ന് പറയുന്ന നാണം കെട്ട സമീപനം ഇവിടുത്തെ വോട്ടർമാർക്കില്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ ഇലക്ഷന്റെ എല്ലാ എത്തിക്സിനെയും ബി.ജെ.പി ഇവിടെ ലംഘിച്ചിരിക്കുകയാണ്. അതിനുള്ള കനത്ത പരാജയം അല്ലെങ്കിൽ കനത്ത തിരിച്ചടി ബി.ജെ.പിക്ക് ഇവിടെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ കർക്കശമായ അന്വേഷണം ഉണ്ടാവണം. അത് ഈ പൈസ കൊടുത്ത സോഴ്സ് എവിടെ നിന്നാണ്? പല സ്ഥലങ്ങളിലും ഇപ്പോൾ കിറ്റുകൾ വിതരണം ചെയ്യുന്നു. എല്ലാം ബി.ജെ.പിക്കാരാണ്. കേരളത്തില് വയനാട്ടിലും പല സ്ഥലങ്ങളിലും കിറ്റുകൾ വിതരണം ചെയ്യുന്നു. കണ്ടെയ്നറുകളിൽ പിന്നെ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള കിറ്റുകൾ വിതരണം ചെയ്തു. ഇതൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്ന പ്രവണത കോർപ്പറേറ്റുകളുടെ 10,000-കണക്കിന് കോടി രൂപ കയ്യിലിരിക്കുന്ന ബി.ജെ.പി ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. എത്ര കോടി രൂപ ബി.ജെ.പി ഇവിടെ ചെലവഴിച്ചാലും ആളുകൾക്ക് പണം കൊണ്ടുകൊടുത്താലും ഒരാളും അതിന്റെ പേരിലൂടെ മാറി ചിന്തിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിലില്ല. ദയവായി പാവപ്പെട്ടവരൊക്കെ പൈസ മേടിക്കുന്നവരാണെന്നും അവർക്ക് പൈസ കൊടുത്താൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു തരം സമീപനം അത് ബി.ജെ.പി ആണ് ഇവിടെ പ്രധാനമായിട്ട് അവലംബിക്കുന്നത്. അങ്ങനെ ഒരു സംസ്കാരത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിൽ ബി.ജെ.പി വലിയ പങ്കുവഹിച്ചിരിക്കുകയാണ്. ഇതൊട്ടും തന്നെ നല്ല പ്രവണതയല്ല. അതവർ പുനഃപരിശോധിക്കേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും അതിന്റെ ഒരു ഫലമായി ഇവിടെ ബി.ജെ.പിക്ക് അധികമായി വോട്ട് കിട്ടുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. മാത്രമല്ല, ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളെ പല ബൂത്തുകളിലും ബി.ജെ.പി കൗൺസിലർമാരുടെ സ്ഥലത്ത് അവിടെ ഒന്നും താമസക്കാരല്ലാത്ത അന്യ സംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് ഫ്ളാറ്റുകളിൽ കൃത്രിമമായിട്ട് അവരുടെ അപേക്ഷ സ്വീകരിച്ച് ഈ പേപ്പറുകളെല്ലാം ക്ലിയർ ആയിരിക്കും. പക്ഷെ ആത്യന്തികമായിട്ട് അവർ താമസിക്കുന്നത് അവിടെ ആയിരിക്കില്ല, അവരവിടുത്തെ വോട്ടർമാരുമില്ല. അതെല്ലാം തന്നെ ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ ചലഞ്ച് ചെയ്യാനുള്ള തീരുമാനം ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട ഭരണാധികാരികൾ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള കൃത്രിമം കാണിച്ചുകൊണ്ടും ആളുകളെ സ്വാധീനിച്ചുകൊണ്ടും പണം കൊടുത്തുകൊണ്ടുമുള്ള ജനസ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളാണ്. പിന്നെ മറ്റൊന്ന്, കോടാനുകൂടിയാണല്ലോ ഇപ്പൊ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ പത്രങ്ങൾ എടുത്ത് നോക്കിയാലും നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ കോടിക്കണക്കിന് രൂപയുടെ പരസ്യമാണ്